നമ്മുടെ പരസ്യ ജീവിതം മനുഷ്യൻ കാണുന്നു, രഹസ്യ ജീവിതം ദൈവം കാണുന്നു. രഹസ്യത്തിൽ തോൽക്കുന്നവന് പരസ്യത്തിൽ ജയിക്കാനൊക്കത്തില്ല, രഹസ്യത്തിൽ ജയിക്കുന്നവന് പരസ്യത്തിൽ ജയിക്കാനൊക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, രഹസ്യ ജീവിതത്തിൽ നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കണം. രഹസ്യ ജീവിതത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ഒരു കാര്യത്തിൽ കൈകടത്തരുത്. മനുഷ്യൻ നിങ്ങളുടെ പുറമേ ഉള്ള ജീവിതം കാണുന്നു, ദൈവം നിങ്ങളുടെ സീക്രട്ട് ലൈഫ് കാണും. നമ്മളല്ല ഈ നല്ല കാര്യം ചെയ്താൽ കുഴയുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യമാണേലും ഇനി ദൈവശബ്ദമില്ലാതെ നീ പോകരുത്. ഇന്ന് തീരും. കാരണം നീ ആർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്? പരിശുദ്ധാത്മാവിന് വേണ്ടി. എന്നോട് കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം ഇതിനകത്തുണ്ട്. നിന്റെ ജീവിതത്തിലെ പല കാര്യത്തിന്റെ പരാജയത്തിന്റെ കാരണം പോരാട്ടമല്ല, ബന്ധനമല്ല, പിശാചല്ല, നീ ദൈവാലോചന വിട്ടു പോയതാ.